ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സോറി ഗൈസ്. ഇന്ന് ഏകദേശം ഡേറ്റ് എന്ന് പറയുന്നത് 7/10/2024. അതായത് 7/10/24 എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ. അപ്പം എന്തായാലും 7/10/2024 എന്ന് പറയുമ്പം തിങ്കളാഴ്ച. അപ്പം തിങ്കളാഴ്ച വൈകുന്നേരം ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി റുട്ടീനാണ്. അതിപ്പോൾ ഞാൻ സത്യം പറയാനുള്ളത്, ഞാൻ നൈറ്റ് പഠിക്കാത്ത ആളാണ്. സോ ഇന്ന് എന്താണ് ട്രൈ ചെയ്യണം. എന്തായാലും 3 മണിക്ക് ഒരു 9:30 എപ്പോഴും എന്തായാലും ഒരു 4 മണി വരെ ഇരിക്കണം. താഴെ സ്കൂളിൽ പോയി കിടന്ന് ഉറങ്ങും. അപ്പം പിന്നെ വീട്ടിലും ഉറങ്ങും. അങ്ങനെ ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങേണ്ട ഞാൻ എന്തായാലും എന്താണ് വെറുതെ 12 മണിക്കൂർ പോയി ഉറങ്ങണ്ടേ. സ്കൂളിൽ കൂട്ടി ഇവിടെ എല്ലാം കൂടെ കൂട്ടി അപ്പോൾ എന്തായാലും സ്കൂളിൽ കൊണ്ട് ചെല്ലുമ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം 9:30 ആകാമെന്നുണ്ട്. അപ്പോൾ 9:30 മുതൽ ഞാൻ എന്തായാലും 3:30 വരെ അല്ലെങ്കിൽ മിനിമം 4 മണി വരെ എങ്കിലും പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ സ്കൂളിൽ പോകും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്തായിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഇംഗ്ലീഷാണ്. സോ ഞാൻ പറയാം, എനിക്ക് ഇംഗ്ലീഷ് നല്ല ടഫാണ്. ഇംഗ്ലീഷിനൊക്കെ എടുക്കുവാണെങ്കിൽ ഞാൻ 3 ഗൈഡ്, മീൻസ് ടെക്സ്റ്റ് ബുക്ക്, ഇത് എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡ്, ഇത് സ്കൂളിൻ്റെ ഗൈഡാണ്. സപ്പോസ് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ പഠിച്ച് ഗൈഡൊക്കെ വെച്ച് പഠിപ്പിച്ചാകാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ ഇംഗ്ലീഷ് നല്ല വീക്കാണ്. സോ എന്തായാലും ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം. എന്തായാലും ക്രിസ്മസ് എക്സാമിന് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പിള്ളേരോട് നമുക്ക് മാസ് കാണിക്കേണ്ട ഒരു അവസരമാണ് ക്രിസ്മസ് എക്സാം. അതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 സ്കൂളിൽ വരാൻ ശ്രമിക്കണമല്ല കിട്ടും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അഫർമേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകാം. Bury me all in my head alone. Calling your name, but I only feel the cold. I sense the change in energy. All of my fears is gone. If there's a sign, burning a bonfire. ഗൈസ്, വെൽക്കം ഗൈസ്. ഇതിപ്പോൾ ഇന്നത്തെ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഏകദേശം ഇപ്പം ഇത്രയും ഭാഗം വരെ വായിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ ഇത്രയും ഭാഗം ഈ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഭാഗം വായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും പേജും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. നാളെ ടീച്ചർ ചോദ്യം ചോദിക്കും അപ്പോൾ ഇതിനകത്തുനിന്ന്. അപ്പം ഇത്രയും ഭാഗങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇത്രയും ഭാഗങ്ങൾ വായിച്ച് കഴിയുമ്പോൾ സെറ്റാവും. ഇങ്ങനെ മടുത്ത് ഇത്രയും വായിച്ചപ്പം തന്നെ ഇംഗ്ലീഷ് എനിക്ക് തന്നെയാണ് കുറച്ച് മടുപ്പാണ്. അപ്പം എനിക്ക് പേഴ്സണലി മടുപ്പായിട്ട് കിട്ടാം. അപ്പം അതുകൊണ്ട് തന്നെ കുറേയൊക്കെ വായിക്കുമ്പോൾ മടുക്കും. അതാണ് പ്രശ്നം. അപ്പം സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബ്രേക്ക് എടുത്തിട്ട് അടുത്തത് തുടങ്ങുന്നതായിരിക്കും ഗൈസ്. ഏകദേശം സമയം 11 മണിയായിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ ലെക്ചർ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്സിൻ്റെ. അപ്പോൾ ഞാനത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് എന്താണ് സെറ്റായിട്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് കണ്ടമാനം ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഗിവപ്പ് ചെയ്യുവാണ്. ഗിവപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ മീൻസ് എന്താണ്, ഇവിടെ 3 മണി വരെ പഠിക്കാൻ പറ്റില്ല. സോ അതിന് പകരം ഞാൻ 2 മണിക്ക് എഴുന്നേക്കും, ഉറപ്പാണ്. എന്തായാലും 2 മണിക്ക് എഴുന്നേറ്റിരിക്കും, സെറ്റാവും. അത്ര ഉറക്കം പോയാൽ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പ്ലസ് പോയി കിട്ടും. അപ്പം ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. സമയം ഏകദേശം 11 മണി. ഇപ്പം ഈ കിടക്കാൻ പോവാണ്. അപ്പം നാളെ കാണാം. ഗൈസ്, ഇന്നും വീണ്ടും ചലിച്ച് ഗൈസ്. 11 മണിക്ക് കിടന്നിട്ട് വീണ്ടും 6 മണിക്ക് തന്നെ ഞാൻ വീണ്ടും എഴുന്നേറ്റിരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അലാറമൊക്കെ വെച്ചായിരുന്നു സെറ്റായിട്ട്. എന്ന് വെച്ചാൽ ഇതിന് അലാറം വെച്ചാൽ നാട്ടുകാർ ഫുൾ തന്നെ ചീത്ത വയ്ക്കും. അതുപോലെ വീട്ടുകാർ ഉൾപ്പെടെ ഇടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ അലാറം വെച്ച് കഴിഞ്ഞപ്പം ഇപ്പം ഉണ്ടാരും ഫോണിൽ അലാറം അടിച്ചിട്ടില്ല. അതിനകത്തെ സംഭവം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ ദൈവം, എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ
അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാത്സ് സ്റ്റഡി വ്ളോഗും അതുപോലെ മാത്സ് എന്തായാലും ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മാത്സ് പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം വേണം. അതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനും. ഇനിയിപ്പോൾ ഏകദേശം സമയം 6:15 ഇനിയിപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ ഗൈസ് ഇപ്പോൾ ഏകദേശം ഞാൻ പറയാം എന്തായാലും തുടങ്ങാൻ പോകുന്നത് ഫിസിക്സ് തുടങ്ങാം ഗൈസ്. ഫിസിക്സിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് അതിന് കുറച്ച് ഡെറിവേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ LCR സർക്യൂട്ടിൻ്റെ സംഭവമൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് CS പഠിക്കാൻ. CS പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ എന്താണ് ഇംഗ്ലീഷ് വായിക്കാൻ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം ഗായ്സ്. ഓർഗാനിക് കെമിസ്ട്രിന് ഭയങ്കര പരീക്ഷ ഇടും മിക്കവാറും ഗായ്സ്. അപ്പം ബൈ. Feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ഏകദേശം പറയുകയാണെങ്കിൽ 6:45 6:45 മുതൽ ഇനി മുതൽ ഞാൻ നോക്കാൻ പോകുന്നത് വെച്ചാൽ കെമിസ്ട്രി ആണ് ഗൈസ്. കെമിസ്ട്രി കുറച്ച് സീനാണ് ഗൈസ്. കെമിസ്ട്രി സത്യം പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ സാറിനെ പേടിച്ചിട്ടാണ് സത്യം പഠിച്ചുകൊണ്ട് പോകുന്നത്. സാറ് എപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാർ ഇപ്പോൾ സാർ ഒന്നും ചോദിക്കാതെ ക്ലാസ് തുടങ്ങും. ചിലപ്പം നമ്മോട് പറയും പേപ്പറും പേന എടുക്കൂ എന്ന് പറയും. അപ്പം നമ്മൾ തീർന്ന് ഓർഗാനിക് പരീക്ഷ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പഠിപ്പിച്ചതെല്ലാം വായിച്ചുകൊണ്ട് വരണം കേട്ടോ. അങ്ങനെ പറയും, നോക്കിക്കൊണ്ട് വരണം, പഠിക്കണം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ ചോദിക്കത്തില്ല. പക്ഷേ ചിലപ്പോൾ അന്ന് ചോദിക്കത്തില്ലായിരിക്കും, പക്ഷെ ഇനി പിറ്റേ ദിവസം ചോദിക്കും. കാര്യം ഇന്നിപ്പോൾ പറഞ്ഞിട്ട് നാളെ ചോദിക്കത്തില്ല പുള്ളി, പക്ഷെ മറ്റന്നാൾ ചോദിക്കും. അതാണ് സൈക്കോളജിക്കൽ. അപ്പം സാറിൻ്റെ സൈക്കോളജി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും നോക്കിക്കൊണ്ട് തന്നെ പോകും. എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് 2 വട്ടമൊക്കെ എഴുതി പഠിച്ച് ഡ്രാഫ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുമ്പോൾ നാണക്കേടാണ് കേസ്. അതുകൊണ്ട് മാത്രം ഓർഗാനിക് പഠിക്കുന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം സമയം 6:45 6:50 ഇനിയിപ്പം 6:50 മുതൽ ഒരു 7:15 വരെ മിക്കവാറും ഞാൻ കെമിസ്ട്രി ആയിരിക്കും നോക്കുന്നത്. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. പറയുന്നത് എന്താണ് 7:05 ഇപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് ഇപ്പോൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷിന് കുറച്ച് നോക്കാനുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് നോക്കാനുണ്ട്, കെമിസ്ട്രി അതുപോലെ തന്നെ നോക്കാനുണ്ട്. ഇംപിഡൻസ് IM = VM/R, IM = VM/Z. ആ ഒരു റിലേഷൻ എന്തൊക്കെയാണോ ആയി വരുന്നത്. പണ്ടാണ് പഠിച്ച് പ്രാന്താവുമെന്ന് എനിക്കറിയില്ല. അങ്ങനൊന്നല്ല ഗൈസ്, ചുമ്മാ നമ്മളിങ്ങനെ ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറന്നു പോകുന്ന സീനാണ്. അപ്പം അൽഷിമേഴ്സാണെന്നാലും വിചാരിക്കും. മറ്റേ അൽഷിമേഴ്സിന് മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പഠിച്ചത് 1 ലൈനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്, മറ്റേ അസുഖമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കങ്ങനെ റിലേറ്റബിളാണ്, എനിക്കത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ സിനിമ കണ്ടപ്പോൾ പിന്നെ ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരു മാതിരി. പക്ഷേ അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം
എന്താടാ 6 മണി ആയിട്ടുണ്ട്, 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വായിക്കണം. 8 മണിക്ക് 8:15 ആകുമ്പോൾ കുളിക്കാൻ കയറണം. ഇങ്ങനെ 8:15 കുളിക്കാൻ കയറിയാൽ ഒരു 9 മണിയാകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ 9 മണിക്കാണ് ക്ലാസ്. എനിക്കറിയത്തില്ല ഗൈസ്, കാരണം 9 മണിയാകുമ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചാൽ വളരെ റയറായിട്ടൊക്കെയാണ് വല്ലപ്പോഴൊക്കെ കയറാം. പുറത്താണ് ബുക്കൊക്കെ വായിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പളൊക്കെ പോയിട്ട് ഹായ് ഒക്കെ കാണിക്കും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ താമസിച്ച് വരുന്നവരെ ക്ലാസ് കയറ്റില്ല. ഒന്നെങ്കിൽ ക്ലാസ്സിൽ വന്ന് താമസിച്ച് വരുന്നതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഗ്യാങ് ആയിരുന്നു. അപ്പോൾ താമസിച്ച് വരുന്നവരെ എന്തായാലും ക്ലാസ്സിൽ കയറ്റില്ല. അപ്പോൾ ഞങ്ങൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ കുറേ ഫൈബൊക്കെ അടിച്ച് അതിൻ്റെ മാർക്കാണ് ഇപ്പോൾ കാണാനുള്ളത് +1. അപ്പം നേരെ ചെയ്യണം. ഇപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും റിവൈസ് ചെയ്യണം. ഓക്കെ, എന്തായാലും +1 വന്ന മിസ്റ്റേക്ക് ആർക്കും ഇനി +2 വരരുത്. എസ്പെഷ്യലി മാത്സൊക്കെ. ഇനിയിപ്പോൾ ഞാൻ മാത്സ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടേ ഇല്ല. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒന്നും എനിക്ക് തൊട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല സത്യം പറയാമല്ലോ. അപ്പോൾ പിന്നെ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ സമയവും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും വ്യാഴാഴ്ച പഠിക്കാൻ പറ്റില്ല. വ്യാഴാഴ്ച പൂജപ്പ. അപ്പോൾ പിന്നെ നാളെ കൊണ്ട് തീർക്കണം. അത് എന്തായാലും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് തീർക്കണം. എന്തായാലും ടാസ്ക്കാണ്. അപ്പം അങ്ങനെയാണ് 6 ചാപ്റ്ററോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവൈസ് ചെയ്യാൻ കിടക്കുന്നുണ്ട് മാത്സ്. അപ്പോൾ വെക്ടേഴ്സ് തുടങ്ങിയിട്ടില്ല, വെക്ടേഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ സീൻ ഇല്ല. കെമിസ്ട്രി നോക്കണം, ഒന്നുകൂടെ കെമിസ്ട്രി നോക്കണം ഗൈസ്. കെമിസ്ട്രി സീനാണ്.